ഒരു വീടിൻ്റെ റിനോവേഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഇവ ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു റൂം എക്സ്റ്റെൻഡ് ചെയ്യുക, അഡീഷണലായിട്ട് ഒരു ടോയ്ലറ്റ് ചെയ്യുക, കിച്ചൺ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പം പഴയ ഭിത്തിയുമായി ചേർത്ത് നമ്മൾ പുതിയ ഭിത്തി പണിയും. ആ സമയത്ത് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളാണ് ക്രാക്ക് അല്ലെങ്കിൽ ലീക്ക് വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിനോവേഷൻ വർക്കാണ്. അവിടെ നമുക്ക് ഇതേപോലെ ഒരു കിച്ചൺ അഡീഷണലായിട്ട് ചെയ്യേണ്ടി വന്നു, ഒരു ടോയ്ലറ്റ് അഡീഷണലായിട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഓൾഡ് ബിൽഡിങ്ങുമായിട്ട് എങ്ങനെയാണത് ചേർത്ത് ചെയ്തത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് വന്ന പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂഫ് സ്ലാബുകളെല്ലാം പല ലെവലിലായിട്ടാണ്. ഇപ്പം പഴയ കിച്ചൺ നിന്നിരുന്ന സ്ലാബ് ഒരു സ്ലോപ്പ് റൂഫാണ്. ആ സ്ലോപ്പ് റൂഫിലേക്കാണ് നമുക്ക് ഫ്ലാറ്റ് റൂഫ് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. അതേപോലെ ഒരു സൈഡിൽ ബെഡ്റൂമിൻ്റെ ഒരു റൂഫ് വരുന്നുണ്ട്, അത് ഫ്ലാറ്റ് റൂഫാണ്. പക്ഷേ ഇത് തമ്മിലുള്ള ലെവൽ വ്യത്യാസവും 2 ലെവലിലാണ് വരുന്നത്. അപ്പം നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ പോകുന്ന കിച്ചണിലേക്ക് വരുന്ന റൂഫ് സ്ലാബ് വേറൊരു ലെവലിലാണ് വരുന്നത്. അപ്പം 3 ലെവലിൽ വരുന്ന റൂഫ് സ്ലാബ് തമ്മിലാണ് നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെ വരുന്ന പ്രശ്നം പ്രധാനമായിട്ടും ലീക്ക് വരാനുള്ള സാധ്യതയാണ്. രണ്ടാമത് വരുന്നത് അത് ചെയ്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പ് റൂഫിൻ്റെ ബോട്ടം ലെവലിലായിരിക്കണം നമുക്ക് ഈ പുതുതായിട്ട് വരുന്ന വർക്ക് ഏരിയ അല്ലെങ്കിൽ കിച്ചൺ വരുന്ന ഭാഗം ജോയിൻറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും നമുക്ക് സ്ലോപ്പ് റൂഫിൻ്റെ മേളിലേക്ക് കയറ്റി ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകി ഈ താഴത്തെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ലാബിലേക്ക് വരില്ല. അപ്പോൾ അവിടെ ഒരു വെള്ളം കെട്ടി നിൽക്കുക, അല്ലെങ്കിൽ ആ ജോയിൻറ്റ് കറക്റ്റ് ആകാതെ അവിടെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഫ്ലാറ്റ് റൂഫായിട്ട് വരുന്ന ഏരിയയിൽ ജോയിൻറ്റ് ചെയ്യുന്നത് ഒരിക്കലും അതിൻ്റെ സ്ലാബ് പൊട്ടിച്ച് അതുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരിക്കലും ആ കൺസ്ട്രക്ഷൻ ജോയിൻറ്റ് കറക്റ്റ് ആവില്ല. രണ്ടും 2 സമയത്ത് ചെയ്ത കോൺക്രീറ്റ് ആണ്. ആ ജോയിൻറ്റ് എത്ര നമ്മൾ ട്രീറ്റ് ചെയ്താലും അവിടെയൊക്കെ ലീക്ക് വരാൻ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റൂഫിൻ്റെ മുകളിലേക്ക് കയറ്റി വാർക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പം ആ സ്ട്രെയിറ്റ് ആയിട്ട് തിരക്കുന്ന റൂഫാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വാർത്ത് കഴിഞ്ഞാൽ ഒരു ഒരടിയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് അകത്തേക്ക് മാറ്റി വാർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിലേക്ക് ലീക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ വാർക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. പക്ഷേങ്കിൽ ഈ സ്ലോപ്പായിട്ട് വരുന്ന റൂഫിൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വാർക്കാൻ പറ്റില്ല, അതുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. അപ്പം അവിടെ നമുക്ക് ആദ്യം ഈ സ്ലോപ്പായിട്ട് വരുന്ന ഭാഗം ഷട്ടർ ചെയ്ത് ആ ഒരു ഭാഗത്തെ കമ്പിയെല്ലാം ചെയ്തിട്ട് അതിൽ നിന്നൊരു സ്റ്റെപ്പ് പോലെ ബീം പോലെ അടിച്ചെടുത്തിട്ടാണ് മുകളിലേക്ക് ഫ്ലാറ്റായിട്ട് വരുന്ന ഏരിയ ചെയ്തത്. പക്ഷേ കോൺക്രീറ്റ് നമ്മൾ ഒന്നിച്ച് തന്നെയാണ്, രണ്ടും കൂടെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെയാണ് കോൺക്രീറ്റ് ചെയ്തത്. പക്ഷേ ഷട്ടറിങ് ചെയ്ത സമയത്ത് ആദ്യത്തെ ഈ സ്ലോപ്പ് റൂഫായിട്ട് വരുന്ന ജോയിൻറ്റ് വരുന്ന ഭാഗം ചെയ്തു. അതിന് ശേഷം മുകളിലേക്കുള്ള ഭാഗം ഒരു ബീം പോലെ ചെയ്തു. അവിടെ ഒരു ബ്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ബീമായിട്ട് തന്നെ ചെയ്തിട്ടാണ്, ഒരു സ്റ്റെപ്പ് പോലെ വന്നിട്ടാണ് അത് ഫ്ലാറ്റായിട്ട് വരുന്ന റൂഫിലേക്ക് കണക്ട് ചെയ്തത്. എപ്പോഴും നമ്മൾ ഇതേപോലെ റിനോവേഷൻ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണലായിട്ട് റൂമുകൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ജോയിൻ്റ് എങ്ങനെ വരും, അല്ലെങ്കിൽ ആ ഭാഗത്ത് അത് ചെയ്തെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ചെയ്താൽ അത് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ടായിരിക്കണം നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചെയ്തെടുക്കാൻ വന്നു പോയെങ്കിൽ പിന്നെ അത് കറക്റ്റ് ആവില്ല. നമ്മൾ ചെയ്തെടുത്താൽ ഒരിക്കലും അത് പ്രോപ്പറായിട്ട് വരാൻ വഴിയില്ല, പിന്നീട് അത് മറ്റ് പ്രശ്നങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് ബാക്ക് സൈഡിൽ ഒരു ടോയ്ലറ്റ് നമ്മൾ അഡീഷണലായിട്ട് ചെയ്തു, ടോയ്ലറ്റും ഒരു ഡ്രസ്സിങ് ഏരിയയും. അവിടെയും ഇതേ പ്രശ്നം തരായിരുന്നു. പക്ഷേ അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലാറ്റ് റൂഫ് മാത്രമായിട്ടായിരുന്നു, സ്ലോപ്പ് റൂഫ് അതിൽ വരുന്നില്ലായിരുന്നു. അപ്പോൾ ഫ്ലാറ്റ് റൂഫായിട്ട് വരുന്ന ഭാഗം മാത്രമായതുകൊണ്ട് അത് എപ്പോഴും അതിൻ്റെ മുകളിലേക്ക് തന്നെ കയറ്റി വാർത്ത് അവിടെ കറക്റ്റായിട്ട് അത് ജോയിൻറ്റ് പ്രോപ്പറായിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാരപ്പറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ പഴയ പാരപ്പറ്റുമായിട്ട് ജോയിൻറ്റ് ചെയ്ത് ആ ഒരു ജോയിൻറ്റ് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ക്രാക്കും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ലാപ്പിംഗ് ഒക്കെ കൊടുത്ത്, അതേപോലെ അഡീഷണലായിട്ട് അതിലേക്ക് കമ്പിയൊക്കെ നമ്മൾ ബിറ്റ് അടിച്ച് കയറ്റി അതിലേക്ക് ജോയിൻറ്റ് ചെയ്തിട്ടൊക്കെയാണ് ആ പഴയ ബ്രിക്ക് വർക്ക് ഇതുമായിട്ട് ജോയിൻറ്റ് ചെയ്തെടുത്തത്. നമ്മൾ അതേപോലെ തുടക്കത്തിൽ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും അതിൻ്റെ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ബെൽറ്റിൻ്റെ കമ്പിയുമായിട്ട് ഇതിൻ്റെ ബീം വരുന്നുണ്ടെങ്കിൽ ആ കമ്പിയായിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യണം. പിന്നീട് ലിൻഡൽ വരുന്ന ഭാഗത്തുണ്ടെങ്കിൽ ആ ഭാഗത്തും പഴയ ഓൾഡ് ലിൻഡൽ കമ്പിയുമായിട്ട് പുതിയ കമ്പി ജോയിൻറ്റ് ചെയ്യണം. പിന്നീട് റൂഫിങ് വരുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും നമുക്ക് പഴയ സ്റ്റീലുമായിട്ട് റീൻഫോഴ്സ്മെൻറ്റുമായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അതുമായിട്ടൊക്കെ ജോയിൻറ്റ് ചെയ്ത് വേണം നമ്മളതിൻ്റെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം ബ്രിക്ക് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പിറ്റ് കമ്പി അടിച്ച് അതിലേക്ക് ജോയിൻറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കണം നമ്മളതിൻ്റെ ബ്രിക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ക്രാക്ക് വരാതിരിക്കാനുള്ളൊരു അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇനി പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ വയർ മെഷ് അല്ലെങ്കിൽ ഫൈബർ മെഷ് കൊണ്ട് ആ ജോയിൻറ്റ് കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ട്
അതിൻ്റെ മുകളിൽ കൂടി പ്ലാസ്റ്റർ ചെയ്യുകയാണെങ്കിലും ഇതേപോലെയുള്ള ക്രാക്കുകൾ ഒഴിവാക്കാനായിട്ട് പറ്റും. എപ്പോഴും കൺസ്ട്രക്ഷൻ ജോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമുക്ക് പഴയ ഒരു പഴയ ബ്രിക്കുമായിട്ട് അല്ലെങ്കിൽ പഴയ പ്ലാസ്റ്ററിങ്ങുമായിട്ട് കോൺക്രീറ്റുമായിട്ടൊക്കെ ഒരിക്കലും പുതിയ കോൺക്രീറ്റ് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് പ്രോപ്പറായിട്ട് അത് ജോയിൻ്റ് ആവില്ല. എക്സ്പാൻഷനൊക്കെ വന്ന് അവിടെ ക്രാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത് മാക്സിമം ഒഴിവാക്കുക. ആ ഒരു രീതിയിലായിരിക്കണം അതിൻ്റെ കൺസ്ട്രക്ഷൻ ജോയിൻറ്റ് ചെയ്യാനായിട്ട്. പിന്നീട് നമ്മൾ ഇതേപോലെയുള്ള റിനോവേഷൻ വർക്കിൽ ഡിമോളിഷിംഗ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. നമുക്ക് പഴയ വോളുകൾ പൊളിച്ച് കളയുക, അല്ലെങ്കിൽ ബീമുകൾ സ്ലാബുകളൊക്കെ കട്ട് ചെയ്ത് കളയുക എന്നൊക്കെയുള്ളൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് അതിനകത്ത് ലോഡിൻ്റെ ഒരു കാര്യം നമ്മൾ ഓർത്ത് വേണം അത് ചെയ്യാൻ. മേളിൽ വെയിറ്റ് നിൽക്കുകയാണ്, അത്രയും വെയിറ്റ് താഴേക്ക് താങ്ങണം. അപ്പോൾ താഴെയുള്ള ഭിത്തികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ആ വെയിറ്റ് പ്രോപ്പറായിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അതിനെ കണക്റ്റ് ചെയ്തിട്ടായിരിക്കണം താഴെയുള്ള ഭിത്തികൾ നമ്മൾ കട്ട് ചെയ്ത് കളയാനായിട്ട്. ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആ ഭിത്തി പൊളിച്ച് കളയാനോ അല്ലെങ്കിൽ ബീം കട്ട് ചെയ്ത് കളയാനോ ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു അപകടമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കോസ്റ്റ്, മൊത്തത്തിലെ വീട് തകർന്ന് വീഴാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ഒരു ഡ്രോയിങ് ആദ്യം ഉണ്ടായിരിക്കണം. ആ ഡ്രോയിങ്ങിനനുസരിച്ച് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. എങ്ങനെയൊക്കെ ഏതൊക്കെ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനും ഒന്നും നമുക്ക് ഈ റിനോവേഷൻ വർക്കിൽ പറ്റില്ല. നമുക്ക് പുതിയൊരു വീട് ചെയ്യുന്ന പോലെയല്ല. പുതിയ വീട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു ടെൻഷനില്ല. അത് ആ സ്റ്റെപ്പായിട്ട് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടന്നു പോകും. പക്ഷേ ഈ ഒരു കേസിൽ നമുക്കൊരിക്കലും ഒറ്റയടിക്ക് എല്ലാ വർക്കും കൂടെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റേണലായിട്ടുള്ള ഈ റൂമുകളൊക്കെ വരുമ്പം ആ ഭാഗത്തേക്ക് നമ്മൾ ആ വോളുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഇതിൻ്റെ ലോഡിൻ്റെ ഒരു പ്രശ്നം വരും, ക്രാക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സേഫ്റ്റിയുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉള്ളിൽ ആളുകൾ താമസിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാകുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ പ്രശ്നങ്ങളുണ്ട്. ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ആ സേഫ്റ്റിയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുള്ള ഓരോ സെക്ഷനായിട്ട് തീർത്ത് അതിൻ്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് അതിൻ്റെ ഡോർസൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ള ഭിത്തി പൊളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഡിലേ വരും നമുക്ക് വർക്കിനകത്ത്. മറ്റ് വർക്ക് പോലെ തന്നെ ഒറ്റയടിക്ക് നമുക്ക് ചെയ്തു പോകാൻ പറ്റില്ല. അതേപോലെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇനിയും പൊടിയുടെ ശല്യം ഉണ്ടാകും, അല്ലെങ്കിൽ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാകും, പൊളിക്കുന്ന അല്ലെങ്കിൽ സൗണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു വീട് പൊളിച്ച് പണിയുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം. പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ, പ്ലംബിങ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമുക്ക് ഏതെങ്കിലും ഒരു ഭിത്തി പൊളിക്കുന്ന സമയത്ത് അങ്ങോട്ടുള്ള ഇലക്ട്രിക്കൽ ലൈൻസൊക്കെ നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മറ്റുള്ള ഇലക്ട്രിക്കൽ പോയിൻറ്റുകളിലേക്കുള്ള ലൈനും കൂടെ കൂട്ടത്തിൽ നമുക്ക് ഡിസ്കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ വാട്ടർ ലൈനും നമ്മൾ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിലേക്കോ കിച്ചണിലേക്കോ ഉള്ള ഭാഗം കട്ട് ചെയ്തിട്ടായിരിക്കണം ആ ഒരു ഭാഗത്ത്. പിന്നെ അത് ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടായിരിക്കണം നമ്മളിങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം റിനോവേഷൻ വർക്കിനെ പറ്റിയൊക്കെ നമ്മൾ മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻഫർമേഷനായിട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.